ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. പൊന്നിരിക്കപ്പറമ്പിൽ പെരിയാർ വാലി കനാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയതായി പരാതി. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സിലാണ് മാലിന്യ നിക്ഷേപം. മുളകോട് പഞ്ചായത്തിലെ പൊന്നിരിക്കപ്പറമ്പിൽ പെരിയാർ വാലി കനാലിലേക്ക് ശുചിമുറി മാലിന്യം പമ്പ് ചെയ്തൊടുക്കിയതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് കനാലിലേക്ക് ഒഴുക്കിയെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സാണ് പെരിയാർ വാലി കനാൽ. മലിനജലം കനാലിലേക്ക് ഒഴുക്കുന്നത് പൊതുജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്നതാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര അന്വേഷണം നടത്തി വസ്തുതകൾ പരിശോധിക്കണമെന്നും നിയമലംഘനം കണ്ടെത്തിയാൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.